ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കുറേ പേര് നിലവിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. മറ്റു കുറേ ആളുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആരംഭിക്കുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. നിലവിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് എൻ്റെ ഒരു ചെറിയ ചോദ്യം ഇതാണ്: നിങ്ങൾ നിലവിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? ഇനി നിക്ഷേപം പ്ലാൻ ചെയ്യാൻ പോകുന്നവരോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? ഈ ചോദ്യത്തിന് പ്രധാനമായും 4 ഉത്തരങ്ങളാണ് ലഭിക്കാറുള്ളത്. ഒന്നാമത്തെ ആൻസർ ഇതാണ്: എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരുപോലെയല്ലേ, ഞാൻ ഒരെണ്ണം റാൻഡം ആയിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ആൻസർ ഇതാണ്: എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചായിരുന്നു, ആ ഫണ്ട് നല്ലതായത് കൊണ്ടാണല്ലോ അവൻ അതിൽ നിക്ഷേപിച്ചത്, ആ ഫണ്ട് തന്നെ ഞാനും സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ ആൻസർ ഇതാണ്: എനിക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ ഈ ഫീൽഡിൽ അത്യാവശ്യം മികച്ച ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട പോർട്ട്ഫോളിയോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നു. ഇനി നാലാമത്തെ ആൻസർ ഇതാണ്: ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ സമീപിച്ചു, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്തു, ഫണ്ടുകൾ സജസ്റ്റ് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് റെഡിയാക്കി തന്നു, അതിൽ നിക്ഷേപിച്ചു കൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നു. ഇതിൽ ഒന്നാമത്തേതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, അതായത് എല്ലാ ഫണ്ടുകളും ഏകദേശം ഒരുപോലെയല്ലേ, പെർഫോമൻസിൽ മികച്ചത് എന്ന് തോന്നിയത് റാൻഡമായിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്തു, ഇതാണ് പറയാനുള്ളത് എങ്കിൽ യു ആർ ബിഗ് മിസ്റ്റേക്കൺ, തെറ്റു പറ്റിപ്പോയി നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ ഉത്തരം രണ്ടാമത്തേതാണ് എങ്കിൽ, അതായത് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതാണ് നിങ്ങൾ ചെയ്തത് എങ്കിലും യു ആർ ബിഗ് മിസ്റ്റേക്കൺ, തെറ്റുപറ്റിപ്പോയി നിങ്ങൾക്ക്. ഇന്ത്യയിൽ 44 അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും അവരുടെയൊക്കെ വകയായിട്ട് 1500-ൽ പരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഉണ്ട്. എല്ലാ ഫണ്ടുകളും ഒരുപോലെയാണ് എങ്കിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്കീമുകൾ ഒരേ അസറ്റ് മാനേജ്മെന്റ് കമ്പനി തന്നെ പുറത്തിറക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, ഓരോ ഫണ്ടുകളുടെയും ഉദ്ദേശം വ്യത്യസ്തമാണ്. വ്യത്യസ്തങ്ങളായ ഉപയോഗത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഓരോരോ ഫണ്ടുകളും. നിങ്ങളൊരു പുതിയ ഡ്രസ്സ് മേടിക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു മേടിച്ചേക്കൂട്ട് തന്നെ ഡ്രസ്സ് ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. നിർബന്ധമായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. സൈസ് കൊണ്ട്, പ്രൈസ് കൊണ്ട്, അതിൻ്റെ കളറ് കൊണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ ഡ്രസ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഡ്രസ്സ് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രസ്സ് വാങ്ങുന്നത് എങ്കിൽ അത്തരത്തിലുള്ളതാണ് വാങ്ങേണ്ടത്. ഇനി നിങ്ങളൊരു പിക്നിക്കിന് പോകുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള ഡ്രസ്സാണ് എങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ്സാണ് മേടിക്കേണ്ടത്. ഇനി ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാവാം, ഡെയിലി യൂസിന് വേണ്ടിയുള്ള ഒരു ഡ്രസ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഈ കാര്യവും എല്ലാവർക്കും അറിയാം. ഇതേപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യവും. താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് താങ്കൾക്ക് ഏറ്റവും യോജിച്ച മ്യൂച്വൽ ഫണ്ടിലാണ്. എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഏജിന്, താങ്കളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്, താങ്കളുടെ ഇൻകം ലെവലിന്, താങ്കളുടെ ഫിനാൻഷ്യൽ ഗോൾസിന്, താങ്കളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് ഒക്കെ യോജിച്ച ഏറ്റവും സ്യൂട്ടബിൾ ആയ ഫണ്ടിലാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ താങ്കളുടെ ബന്ധുവോ സുഹൃത്തോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിലല്ല. ഏതെങ്കിലും ഒരു ഫണ്ട് നല്ലതാണ് എന്ന് ആരെങ്കിലും പറയുന്ന കേട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞവയിൽ ഒരു മൂന്നാമത്തെ വിഭാഗം ആൾക്കാരുണ്ട്. എന്താ അവർ പറയുന്നത്? എനിക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അത്യാവശ്യം അറിയാം, എനിക്ക്
വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു. ആയിക്കോട്ടെ, താങ്കളുടെ കഴിവിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ, താങ്കൾ ആ മേഖലയിൽ സ്കിൽഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടിയുള്ള ഫണ്ട് താങ്കൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഒരു പോർട്ട്ഫോളിയോ സ്വന്തം ഉണ്ടാക്കാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലക്ഷ്യങ്ങളിലേക്ക് എത്താം, ഒരു കുഴപ്പവുമില്ല. ഇനി നാലാമത്തെ വിഭാഗം എന്താണ് ചെയ്തത്? ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ സമീപിച്ചു, അദ്ദേഹവുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് റെഡിയാക്കി തന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിന്റെ ഓരോ കയറ്റത്തിലും ഓരോ ഇറക്കത്തിലും നിങ്ങൾ പാനിക്കാകുമ്പോഴെല്ലാം അദ്ദേഹം ഒപ്പമുണ്ട് അഡ്വൈസുമായി, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് വരെ. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും യോജിച്ചത് ഈ രീതി തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരു ലോങ് ടൈം കൊണ്ട് അൺബ്രേക്കബിൾ ആയിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിനോളം പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെയില്ല, പ്രത്യേകിച്ചും SIP രീതിയിലുള്ള നിക്ഷേപങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് SIP നിക്ഷേപങ്ങൾ നിർബന്ധമായിട്ടും ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ നിക്ഷേപങ്ങൾ. കാർ വാങ്ങാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി ഒരു ഫണ്ട് അതിന് യോജിച്ചത്, വീട് വെക്കാൻ വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടി മറ്റൊരു ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ അതിന് യോജിച്ചത്, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് വേറെ ഉണ്ടാകും. അതിനൊക്കെ വേണ്ടി മറ്റു ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ, ഗോൾ SIPകൾ, അതാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ ഡിസൈൻ ചെയ്ത് നിക്ഷേപ യാത്ര ആരംഭിക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.